ഏവർക്കും റിലൈൻ ഗോൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് നമ്മുടെ റിലൈനിലെ ജൂൺ ബാച്ചിലുള്ള കുറച്ച് സ്റ്റുഡൻസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അതിന് മുമ്പ് ആ ഗിഫ്റ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടാം. ഹായ്, ഞാൻ അഖിലേഷ്, പി ജി ജൂൺ ബാച്ച്. ഹായ്, ഞാൻ ആഷിക, പി ജി ജോൺ ബാച്ച്. ഞാൻ ഹുസ്ന, പി ജി ജോൺ ബാച്ച്. ഹായ്, ഞാൻ അജ്മൽ, പി ജി ജൂൺ ബാച്ച്. ഞാൻ ശ്രീജേഷ്, പി ജി ജൂൺ ബാച്ച്. നിങ്ങളെല്ലാവരും ഒറ്റ ക്ലാസ്സിലായിരുന്നോ? സെപ്പറേറ്റ് ക്ലാസ് ആയിരുന്നു. പിന്നീട് PRF വന്നപ്പോൾ 2 ക്ലാസ്സായി. പിന്നെ PG വന്നപ്പോൾ 1 ക്ലാസ്സിലായി. ഓക്കെ, ഞാൻ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് എന്താണെന്ന് പറയാമോ? അതിൽ ഒരാൾ ഞങ്ങൾക്ക് സിയലിൽ ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സിയൽ എന്ന് പറയുമ്പം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. എയർപോർട്ടിൽ എയർപോർട്ടിൽ ഒരു ഇന്റേൺഷിപ്പ് കിട്ടിയിരിക്കുകയാണ് അല്ലേ? അത് അത്ര ഈസി ആയിട്ട് കിട്ടുന്നൊരു കാര്യമല്ല എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്ക് ഒരുപാട് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് വേണം ഈ ഇൻറ്റേൺഷിപ്പിനൊക്കെ കയറണമെങ്കിൽ, എയർ കാർഗോയിലേക്കുള്ള ഇൻറ്റേൺഷിപ്പിനൊക്കെ കിട്ടണമെങ്കിൽ. നമുക്കപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇത് പോസിബിൾ ആയത്? ഫസ്റ്റ്ലി ഞങ്ങൾ താങ്ക്സ് പറയുന്നത് ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഓഫീസറിനോടാണ്, സോണിയ മാം. അതായത് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പൊതുവേ ഒരു ഇൻറ്റേൺഷിപ്പ് സിയാലിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. പക്ഷേ സോണി മാമിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പഠിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് അല്ലേ? അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇത് കൺഫേം ആയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി അല്ലെങ്കിൽ എത്ര നാളായി? കൺഫേം ആയിട്ടൊരു 1 വീക്ക് ആവുന്നതേ ഉള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഞങ്ങളൊരു 8 പേരെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് സിയാലിൽ തന്നെ ഞങ്ങൾ നേരിട്ട് പോയി. അതിനുശേഷമാണ് കൺഫേം ആയി 8 പേരെയും സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ 5 പേരോടെ വന്നിട്ടുണ്ടല്ലേ? നിങ്ങൾ ബാക്കിയുള്ള 2 പേര് 3 പേര് ഇനി ആരൊക്കെയാണ്? ശ്രീഹരി ഉണ്ട്, ലിജി ഉണ്ട്, രോഹിത് രാജു ഉണ്ട്. ഓക്കെ, അപ്പം 3 പേർക്ക് നമുക്ക് ഇവിടെ വന്നിട്ടില്ല. എല്ലാവർക്കും ഫസ്റ്റിലൊരു കൺഗ്രാജുലേഷൻസ്. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയല്ലേ? അപ്പം മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക, മുമ്പോട്ട് പോവുക. അപ്പം എൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഈ ഒരു ഇപ്പം എക്സ്പെഷ്യലി നമുക്കൊരു തൊട്ടടുത്ത്, നമ്മുടെ മുമ്പിൽ തൊട്ടടുത്ത് നമുക്ക് ഒരു കയ്യകര ദൂരത്ത് നമ്മൾ ആഗ്രഹിച്ച് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദൂരത്താണ് ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് നിൽക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്കുള്ള ഫീൽ എന്താണ്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് ഇപ്പം ആകാശത്തോട്ട് നോക്കുമ്പം വിമാനം ഭൂമിയെ നോക്കിയിട്ടൊക്കെ ആലോചിക്കാറുണ്ടോ? അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ എത്തുമെന്നൊന്നും കരുതിയ ആളല്ല. ഞാൻ BA അറബി ആയിരുന്നു പഠിച്ചത്. അപ്പോൾ അറബിയൊക്കെ പഠിച്ചിട്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഡിഫറെൻറ്റ് സ്കീമിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാര്യം ഞാനൊരു കൊമേഴ്സ് പരമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച് BA അറബി എടുത്ത് അത് കഴിഞ്ഞൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കോഴ്സ് എടുക്കണം എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാനിത് എടുത്തപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ പഠിച്ച് കയറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുമ്പോട്ട് വന്നത്. പിന്നെ ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടിലാണെങ്കിലും ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ലെവലിലോട്ട് എത്തുമെന്നൊന്നും ആരും കരുതിയില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, പേരൻസിനാണെങ്കിലും സന്തോഷം. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പം ഞാൻ ഇനി ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണും, കിട്ടും, കുഴപ്പമൊന്നുമില്ല, നല്ലോണം പെർഫോം ചെയ്താൽ മതി, കിട്ടും. അവർ ഭയങ്കര സപ്പോർട്ടാണ്. വീട്ടിൽ ഉമ്മ ആണേലും വാപ്പച്ചി ആണേലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഒതുങ്ങിക്കൂടാനൊന്നും സമ്മതിക്കില്ല. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നാണ് എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. മുഖത്ത് നോക്കി സംസാരിക്കുക. ഒരു ഇൻ്റർവ്യൂ ക്യാബിനിൽ കയറി കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, മുകളിലും താഴെയൊന്നും നോക്കാതെ നേരെ നിന്ന് സംസാരിക്കുക എന്ന് അവരാണ് പഠിപ്പിച്ചു തന്നത്. ഓഫ് കോഴ്സ് അവർ ഭയങ്കര സപ്പോർട്ടാണ്. അതിന് എൻ്റെ പേരൻസിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എൻ്റെ ഇപ്പോൾ ഈവൻ ഫാമിലിയിലാണെങ്കിലും കുറച്ച് ഏജ് കഴിഞ്ഞാൽ കല്യാണം അങ്ങനത്തെ ഒക്കെ ഒരു ഇതിൽ പറയുമ്പോഴാണെങ്കിലും ഉമ്മ ആണെങ്കിലും വാപ്പച്ചി ആണെങ്കിലും പറയുന്നത് അവൾ പഠിക്കുകയല്ലേ, ഇപ്പോൾ അതൊന്നും ഇല്ല, അവൾ പഠിച്ചൊരു ജോലി ഇട്ടട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. ആ ആറ്റിറ്റ്യൂഡാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതിൽ അവരോട് എനിക്ക് ഭയങ്കര കടപ്പാടുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട്. അപ്പം കുട്ടിയുടെ ഉമ്മ ബാപ്പ ഹാറ്റ്സ് ഓഫ്. നിങ്ങളുടെ കുട്ടികളെ വളരെ മനോഹരമായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോഴും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വളർന്നു വരുന്ന കുട്ടികൾക്കും ഇതേ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാനും അവരെ വളർത്താനും പറക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് അനുവദിക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഒരു നല്ല പേരൻ്റ് ആവാനൊക്കെ പറ്റട്ടെ. അപ്പം ഇവിടുന്ന് നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നാണല്ലോ. നോർമലി ഇവിടുന്ന് ഈ ഒരു പ്രൊസീജിയറിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട ടാസ്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു?
ഇന്റർവ്യൂ സ്കില്ല് നല്ല രീതിയിൽ ജസീറ മിസ് പഠിപ്പിച്ചു തന്നു. നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്നായിരുന്നു. നിങ്ങൾക്ക് ട്രെയിനിങ് മോക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. മോക്ക് ഇന്റർവ്യൂക്ക് മുമ്പ് തന്നെ മിസ് ഓൾറെഡി ഓരോ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വരുമ്പോഴും നമ്മളെ ഇൻ്റർവ്യൂവിനായിട്ടാണ് കൂടുതലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റെസ്യൂം മേക്കിംഗ് ആണെങ്കിലും എൻ്റെ റെസ്യൂം തന്നെ ഒരു 3-4 ടൈംസ് ഒക്കെ എഡിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഓക്കെ ആണെന്ന് കരുതുന്നതിൽ പല മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ജസീറ മിസ് എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ജസീറ മിസ് ഭയങ്കര ഒരു റോളാണ് ഞങ്ങളെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈവൻ വിനീത മാം ആണെങ്കിലും. പിന്നീട് ഇൻ്റർവ്യൂ സ്കില്ല് നല്ല കണക്ക് ബോഡി ലാംഗ്വേജ് ജസ്റ്റേഴ്സ്, നമ്മുടെ ടോക്കിംഗ്, വേ ഓഫ് ടോക്കിംഗ് അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അക്കാദമിക് ആണെങ്കിലും ശ്രീലക്ഷ്മി മിസ്, ശാലിനി മാം, എല്ലാവരും, ഷാജു സാർ, മോഹൻ സാർ, എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് മെയിനായിട്ട് ടോപ്പിക് ഏതാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷം. നല്ല രീതിയിലൊരു സപ്പോർട്ടായിരുന്നു ഫാക്കൽറ്റിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. അപ്പോൾ അതായത് റിലേറ്റീവ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ മനസ്സിലാവും. അപ്പോൾ അതായത് പ്രൊഫഷണൽ ബേസിലേക്ക് ട്രെയിനിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ റിലേറ്റീവ് കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം അത് വലിയൊരു കാര്യമാണ്. ഇനി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഫസ്റ്റ് വീക്ക് ബേസിക് ഇൻട്രൊഡക്ഷൻ അങ്ങനെ കാര്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. പിന്നീട് ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ജോബ് അങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് ലോജിസ്റ്റിക്സിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ് ഏർക്കാർഗോ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സിലബസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനൊന്ന് എന്താണെന്ന് പറയാം. ഞങ്ങൾക്ക് പ്രൊഫഷണലിൽ എയർ കാർഗോ മറ്റ് ഒരു കോഴ്സ് ആഡ് ഓൺ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചപ്പോൾ ഓക്കെ എയർ കാർഗോയിൽ കയറിയാൽ കൊള്ളാം ആ ഒരു ഫീൽഡ്. അങ്ങനെ ഒരു അല്ല എനിക്ക് ഓൾറെഡി ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഓക്കെ ഈ അങ്ങനെ അത് മാറിയിട്ടാണ് ലോജിസ്റ്റിക്സിലേക്ക് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തി ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എയർ കാർഗോ എന്നായിട്ടുള്ള ഒരു എയർ ഓൺ കോഴ്സ് വരുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് എയർ കാർഗോയിലേക്ക് കയറണം അങ്ങനെ ഒരു മൈൻഡ് വന്നു. അങ്ങനെ ഇവിടെ പ്ലേസ്മെൻറ്റ് ഓഫീസറായ സോണിയ മാമിനോട് പറഞ്ഞു എനിക്ക് ഏവിയേഷൻ എയർ കാർഗോ അങ്ങനെ ഒന്ന് ആണ് ഇഷ്ടം. അപ്പോൾ മാമിനോട് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് മാം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടു തന്നതും ഇപ്പോൾ ഇവിടെ ഇന്റേൺഷിപ്പിന് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇന്റേൺഷിപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര നാളെടുത്തു? മൊത്തത്തിൽ ടോട്ടൽ നിങ്ങളുടെ ഇതിനെ ഫോളോ അപ്പ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും എത്ര നാൾ വേണ്ടി വന്നു? പിന്നെ ഗേൾസിന് പർട്ടിക്കുലർ ഈ ഒരു ഫീൽഡിൽ അധികം ചാൻസസ് കുറവാണ്. അപ്പം അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവന്നപ്പോഴാണെങ്കിലും സോനിമാമൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങളെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തത്? ഞാൻ ഓൾറെഡി PRF കഴിഞ്ഞ ടൈമിൽ തന്നെ മിസ്സിനോട് പറഞ്ഞു എനിക്ക് എയർ കാർഗോയിൽ ഇൻറ്റേൺഷിപ്പ് വേണം, എനിക്ക് പ്ലേസ്മെൻറ്റ് വേണ്ട, എയർ കാർഗോയിൽ ഇൻറ്റേൺഷിപ്പ് എന്തായാലും 3 months എനിക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് പറഞ്ഞു നമുക്ക് നോക്കാം, സിയാലിൻ്റെ കാര്യമാണ്, അവരെ എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല, അവരുടെ ടൈമിനാണ് നമ്മൾ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം കഴിയുന്നതിൻ്റെ ഒരു 2-3 days മുന്നേ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും കൂടെ മെസ്സേജ് ഇട്ടു മിസ്സിന്. അങ്ങനെ മെസ്സേജ് ഇട്ടപ്പം മിസ്സ് പറഞ്ഞു നമുക്ക് സംസാരിച്ചിട്ടുണ്ട്, ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ബാച്ച് നടക്കുകയാണ്, അത് കഴിയുമ്പോഴത്തേനും നമ്മളെ ജോയിൻ ചെയ്യിപ്പിക്കാമെന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ റെസ്യൂമൊക്കെ അയച്ചു കൊടുക്കുകയും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 8 പേരെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു ഫൈനലൈസ് ചെയ്ത് വന്നത്. ഓക്കെ, അപ്പം ഒരുപാട് നാളുകളായിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതാണ് എൻ്റെ ഒരു ഒരുപാട് നാളത്തെ ആഗ്രഹം, ഒരു ഇത്രയും മാസമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കയറണം, ഇതിൽ തന്നെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത്? ഓക്കെ, അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയിൽ എത്തുക എന്ന് പറയുന്നത് വലിയൊരു ഗോളാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് എത്തിയതിൽ നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ആഡ് ഓൺ കോഴ്സ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി പഠിക്കുന്നതിന് കൂടാതാണ് വരുന്നത് ഈ ഒരു കോഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇതിലേക്ക് എത്തില്ല. നിങ്ങൾ അപ്പോൾ എയർ കാർഗോ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെക്ടറിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സിലബസിൽ ഒരു എയർ കാർഗോ എന്നുള്ളൊരു ക്ലാസ്, ഒരു ക്ലാസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു ക്ലാസ് എന്നുള്ള നിലയ്ക്ക് കണ്ടിട്ടുണ്ട്. അതിങ്ങനൊരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ആവുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടത്, സിയാലിൽ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ, അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മൾ 8 ആൾ വന്നത്, ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഒരു ഇതാണ്, ഒരു നിമിത്തം പോലെ വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ എയർ കാർഗോ പഠിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സാറ്, നമ്മുടെ ജിനു സാറ് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും.
സാറ് അപ്പോൾ ജിനു സാറാണ് നിങ്ങളെ എയർ കാർഗോയിലേക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട് എന്നൊരു വഴിത്തിരിവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും അങ്ങോട്ട് പോകാനായിട്ടുള്ള ഗൈഡൻസ് തരുന്നത് അല്ലേ? അതെ 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 സാറ് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തൊക്കെ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളെന്നൊക്കെ കുറേ സാറ് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അതന്നെ നമുക്ക് കുറേ ഹെൽപ്പായി ഇതിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളിത് പഠിക്കുക എന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പഠിച്ച കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് അത്ര ഈസി ആയിട്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ലല്ലോ എയർ കാർഗോയിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇൻറ്റേൺഷിപ്പ് അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്കാണ് സാറാണെങ്കിലും ജിനു സാറാണെങ്കിലും സോണിയ മാം ആണെങ്കിലും അവരുടെ എഫർട്ടും കൂടി വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ വഴിയൊന്ന് ക്ലിയർ ആയല്ലേ? ഞങ്ങൾ ഓറിയൻറ്റേഷന് പോയപ്പോൾ തന്നെ അവിടുന്ന് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒരു ഇൻറ്റേൺസ് എന്നുള്ള രീതിയിലല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത അന്ന് മുതൽ നമ്മളവിടുത്തെ സ്റ്റാഫായിരിക്കും. ആ ഒരു സ്റ്റാഫിന് കിട്ടേണ്ട എല്ലാ പ്രയോറിറ്റീസും അവർ നൽകുന്നതാണ്. വേറെ ഒരു പ്രശ്നങ്ങളും കാണില്ല എന്നുള്ള രീതിയിൽ നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഒരു സിസ്റ്റമാണ് അവിടുന്ന് നമ്മുടെ നിന്ന ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. ആഫ്റ്റർ 3 months എല്ലാവർക്കും ഓഫർ ലെറ്ററൊക്കെ കിട്ടി അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അവിടെ ചെന്ന് കിട്ടി കൺഫേം ആയെന്ന് കേട്ട് എന്തായിരുന്നു തോന്നി? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു ഫിൽറ്റർ ചെയ്ത് എടുത്ത ഒരു 8 പേരിൽ നിന്നും വീണ്ടും മേ ബി ഫൈനലൈസ് ചെയ്യാൻ ഒന്നെങ്കിൽ കുറച്ച് പേര് മാറുമെന്ന് പുള്ളി തന്നെ പറഞ്ഞു. കുറച്ച് പേര് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴും ഓക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. പിന്നെ അവർ റെസ്യൂം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം റെസ്യൂമും കൂടെ നോക്കിയിട്ടായിരിക്കാം മേ ബി ഫൈനലൈസ് ചെയ്ത് 8 പേരെയും തന്നെ സെലക്ട് ചെയ്തത്. ഭയങ്കര സന്തോഷം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഭയങ്കര നല്ല എനിക്ക് എൻ്റെ മോക്ക് ഇന്റർവ്യൂ തന്നെ ഭയങ്കര കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു. കാര്യം വിറച്ച് ഞാൻ കയറുന്നതിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് നല്ല വിറച്ച് കൈയൊക്കെ നല്ല വിറയായിരുന്നു. എനിക്ക് ടെൻഷൻ അടിച്ചാൽ കൈയൊക്കെ തണുക്കും. കൈയൊക്കെ തണുത്ത് നല്ല ടെൻഷൻ അടിച്ച് ഒരു സ്റ്റേജ് ഫെയർ ഇല്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയുള്ള എത്ര തവണ സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞാലും ആദ്യമായിട്ട് പിന്നെയും കയറുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കും, തൊണ്ടയിടറും, അങ്ങനത്തെ പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ മോക്കിന് കയറിയപ്പം മിസ്സിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇരുന്നത് മാത്രമേ ഇരുന്ന് ആ ഒരു ചെയറിൽ ഇരുന്നതും ചെയർ ബാക്കിലോട്ട് പോയതും ഞാൻ ഇങ്ങനെ നീങ്ങിപ്പോയത് ഒന്നിച്ചായിരുന്നു. അപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. മിസ് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്താണെങ്കിലും ആദ്യം ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ ഒരു 5 സെക്കൻഡ് സൈലൻ്റ് ആയിട്ടിരുന്നു. സെൽഫ് ഇൻട്രോ പറയാൻ തന്നെ 5 സെക്കൻഡ് എടുത്തു ഞാൻ. പിന്നെ ഞാൻ ഓക്കെ നമുക്കറിയാവുന്ന ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് നമ്മൾ ഓക്കെ മോക്കിന്. അത് കഴിഞ്ഞ് ഇവിടെ നല്ലൊരു ഇൻ്റർവ്യൂ സെക്ഷൻ കാണുമെന്ന് കരുതിയുള്ള ഒരു ടെൻഷനിലും പ്രിപ്പയർഡ് ആയിട്ടൊക്കെയാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നോക്കാം. മെയിനായിട്ട് പറഞ്ഞത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഒരു താല്പര്യം ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കും അതൊരു ബാധ്യതയാണ്, നമുക്കും അതൊരു പ്രഷറാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് അവർ ഫൈനലൈസ് ചെയ്തത്. പിന്നല്ല എല്ലാവരും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം കൺഫേം ആയപ്പോഴേക്കും ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് പൊട്ടിച്ചു വിടുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്താ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം ഇത്രയും നാളൊരു സ്റ്റുഡൻസ് നമ്മൾ പഠിക്കുന്നു എന്നുള്ളൊരു ഒരു 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 ബേസിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി സ്റ്റേജ് മാറുകയാണ്, ഇനി എക്സ്പീരിയൻസിലാണ്. ഈ പഠിച്ചതൊന്നും ആയിരിക്കില്ല മേ ബി പ്രാക്ടിക്കലി വരുമ്പോൾ പേപ്പർ ഡോക്യുമെന്റേഷൻ രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓപ്പറേഷൻസ് ഒക്കെ കുറച്ച് ചെയ്ത് ഉള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സാർ അവിടെ നിന്ന് തന്നെ പറഞ്ഞു. പഠിച്ചതിനെ ഇനി നമ്മൾ പഠിച്ചതല്ല നമ്മൾ അവിടെ പോയി ചെയ്യാൻ പോണത്. രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞത്. നമ്മൾ ഒക്കെ ചെയ്തു വരണം. അതുകൊണ്ടാണ് അവരൊരു സിലബസ് തീമിൽ തന്നെ ഒരു 3 monthsലുള്ള ഒരു സിലബസ് പോലെയാണ്. ഓരോ വീക്കിൽ ഇന്ന സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. ഉണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഷിപ്പേഴ്സ് ഡിക്ലറേഷൻ ഡോക്യുമെൻറ്റ്, അല്ലാണ്ട് എയർവേ ബില്ല്, ഇതൊക്കെ സാർ നമ്മളെക്കൊണ്ട് തന്നെ ഫിസിക്കലായിട്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ 3-4 എണ്ണം നമ്മളെക്കൊണ്ട് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാനും പറ്റി. ഇപ്പം ഇത് തന്നെയാണ് നമ്മൾ കാർഗോ സെക്ഷനിൽ എയർപോർട്ടിൽ യൂസ് ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും. ഇല്ല, അങ്ങനെ കാര്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി അതിനെപ്പറ്റിയുള്ളൊരു ഐഡിയ തന്നിട്ടുണ്ട്. വന്നാൽ മതി. ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്താലോ? നിങ്ങൾ ഇത്ര ഹെൽപ്പ് ചെയ്തല്ലേ നിങ്ങളുടെ സ്വയം അല്ലേ? അപ്പൊ നമുക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്താലോ? നമുക്ക് മാമിനെ വിളിച്ചു നോക്കാം. മാമിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ
ഹലോ ഹലോ, സോണി മാം ആണോ? അതെ. മാം, ഞാൻ റിലയൻറ്റിൽ പ്ലേസ്മെൻറ്റ് ഓഫീസറായിട്ടുള്ള സോണി മാം ഉണ്ടല്ലേ? എങ്കിലേ നമുക്കൊരു മാം, നമുക്ക് കുറച്ച് പേര് മാമിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തുണ്ടായിരുന്നേ. ഓക്കെ. ഒന്ന് കൊടുക്കട്ടെ? തീർച്ചയായിട്ടും കൊടുത്തോളൂ. ഹലോ മാം. ഹലോ. ഹലോ മാം, ഞാൻ ഹുസ്ന ആണേ. മാം, ഞാൻ ആഷികയുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അഖിലേഷ്, ശ്രീജേഷ്, അജ്മല് ഒക്കെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ. ഓക്കെ. മാം, ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. മാം അറിഞ്ഞായിരുന്നോ? താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. മാം കാരണമാണ് ഞങ്ങൾ ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ്. പിന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മള് കമ്പനീനെ നമ്മൾ കോൺടാക്ട് ചെയ്തു, നമ്മൾ ട്രാക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ട്രാക്കിങ്ങിലൂടെ അവർ നമുക്ക് റിക്വയർമെന്റ് തന്നു. സോ പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ആണ് അവർ നിങ്ങളെ സെലക്ട് ചെയ്തത്. എനിവേ, ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് ഓൾ ഓഫ് യു ഗോട്ട് സെലക്ഷൻ ആൻഡ് കൺഗ്രാറ്റ്സ്. കീപ് ഗോയിങ് ലൈക്ക് ദിസ്. നല്ല രീതിയിലൂടെ പെർഫോം ചെയ്താൽ പ്ലേസ്മെന്റ് അവർ ഓഫർ തരും നിങ്ങൾക്ക്. മാമിനോട് ഭയങ്കരമായിട്ട് പൊക്കി അടിച്ചിരിക്കുകയാണ് ഇവരില്ല. സത്യമാണ് മിസ്സേ, ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ഒരു ലെവലിൽ എത്താൻ ശരിക്കും മാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഞങ്ങളുടെ ഡേറ്റ്, അവരുടെ ഡേറ്റ് എല്ലാം ഞങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് മോക്ക് ഇന്റർവ്യൂ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരെ എത്തിച്ചത് മാമാണ്. റിലയൻസിന്റെ മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു സ്വത്താണെന്നൊക്കെയാ പറയുന്നത്. ഞങ്ങളെ റിലയൻസ് ടീമിന് ബാധകമായിട്ടുള്ളതാണ്. ഒരാളുടെ മാത്രം എഫേർട്ട് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഞാനാണെങ്കിലും സുജിത മാം ആണെങ്കിലും മോഹൻ സാർ ആണെങ്കിലും എല്ലാവരും ഒരേപോലെ തന്നെ നമ്മള് ഒരേ ഇന്റൻഷൻ ആണ് ഞങ്ങൾ നിങ്ങളെല്ലാവർക്കും പ്ലേസ്മെന്റ് തരിക എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ ഇന്റേൺഷിപ്പ് രീതിയിൽ അവിടം വരെ നിങ്ങൾ സക്സസ് ആയി. ഇനിയിപ്പോ നെക്സ്റ്റ് ഇൻ യുവർ ഹാൻഡ് ആണ്. നിങ്ങളാണ് പെർഫോം ചെയ്യേണ്ടത്. നന്നായിട്ട് പെർഫോം ചെയ്ത് അവിടെ തന്നെ പ്ലേസ്ഡ് ആവും. പിന്നെ ഞാൻ പറയുന്നില്ല, എയർ കാർഗോ എന്നൊരു ഓപ്പണിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. എയർ കാർഗോയിൽ പല എയർലൈൻസ് വരും. ആ എയർലൈൻസിന്റെ കൂടെ കണക്ഷൻസ് വെക്കുക, കീപ് ദം ഇൻ കോൺടാക്ട്. അപ്പൊ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഓഫേഴ്സ് കൂടുതൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയും ചെറിയ കുട്ടികളുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുക. കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവും ഇനീഷ്യലി, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഉണ്ടാവും. പക്ഷെ ഫൈനലി യു വിൽ ഗെറ്റ് ദ റിസൾട്ട് എന്നാണ് നമ്മളുടെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ കുട്ടികൾ ഓരോരോ ഫീഡ്ബാക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് തന്നു ഓരോ കമ്പനീസിൽ നിന്നും. അപ്പൊ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടേണ്ടത്. നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പം മാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഇതുപോലെ എല്ലാവരും നിങ്ങളുടെ ഓർമ്മകളിലുണ്ടായിരിക്കട്ടെ. ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഇനി ഫ്യൂച്ചറിലേക്ക് ഒരു സൂപ്പർ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അവരോട് നിങ്ങൾക്ക് പറയാനായിട്ട് എന്തെങ്കിലുണ്ടോ? നല്ലൊരു കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ചൂസ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ കരിയറിനും കരിയർ ഗ്രോത്തിനും. അപ്പോൾ താങ്ക് യു സോ മച്ച് റിലയൻസ്. താങ്ക്സ് ടു റിലയൻസ്.